പക്ഷെ എല്ലാം കൊണ്ടുപോയപ്പോഴും എന്റെ കയ്യിലുള്ള ഒരു കഴിവിനെ കൊണ്ടുപോകാൻ എന്തായാലും പ്രകൃതിക്ക് പറ്റിയിട്ടില്ല. ഞങ്ങള് സരസ്മേളയിലെ 123 നമ്പർ സ്റ്റോളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഉള്ള സംരംഭകയുടെ പേരെന്ന് പറയുന്നത് സബിത ചേച്ചിയെ ഞങ്ങൾ ശ്രദ്ധിക്കാൻ പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട്. കാരണം വയനാട് ചൂരൽമല ദുരന്തത്തെ പറ്റി എല്ലാവർക്കും അറിയാം. ആ ഒരു ദുരന്തം കാരണം ഉപജീവന മാർഗം എന്താ പറയാ, ഒരു നിന്നുപോയ അവസ്ഥയിൽ നിന്ന് വീണ്ടും സ്വന്തം മനോധൈര്യം കൊണ്ട് ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരാളാണ് ഈ സബിത ചേച്ചി എന്ന് പറയുന്നത്. ഇവർ 7 പേര് ചേർന്നിട്ട് ഹാൻഡിക്രാഫ്റ്റ്സ്, അതായത് ചിരട്ട കൊണ്ടുള്ള ഉപകരണങ്ങളില്ലേ, ചിരട്ട, തവി, അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് പോലെ പ്രവർത്തിച്ചിരുന്നവരാണ്. പക്ഷെ ഈ ഒരു ചൂരൽമല ദുരന്തം ഉണ്ടായതിന്റെ പേരിൽ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന 7 പേരിൽ 5 പേര് ആ ഒരു ഭാഗത്ത് നിന്ന് തന്നെ പോയി, അവരുടെ വീടൊക്കെ നഷ്ടപ്പെട്ടിട്ട് അങ്ങനെ എല്ലാം കൊണ്ടും വരുമാനമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്ത് ഇല്ല, എന്നെ കൊണ്ട് പറ്റും, ഒന്നേന്ന് തുടങ്ങാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഒന്നേന്ന് തുടങ്ങി. ചേച്ചിയുടെ ഹസ്ബൻഡ് കൂടെ ഇരുന്നു. അതുകൊണ്ടാണ്, അതായത് നമ്മൾ ഈ 123 നമ്പർ സ്റ്റോളിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന പോലെ ചിരട്ട കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടുള്ള തവികള്, പിന്നെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇവിടെ നമുക്ക് സെയിലിന് വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുന്ന കാണാൻ പറ്റും. അതുപോലെ തന്നെ മുളക് പപ്പടം, ക്യാരറ്റ് പപ്പടം, സ്പൈസസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സും ഈ ഒരു സ്റ്റോളിൽ കിട്ടുന്നുണ്ട്. അപ്പം എല്ലാവരും വരണം. ഈ ഒരു എന്താ പറയാ, ഈ ഒരു സാധനങ്ങളാണെങ്കിലും പ്രൊഡക്ട്സ് ആണെങ്കിലും വാങ്ങിച്ച് ചേച്ചിയെ ഹെൽപ്പ് ചെയ്യണം. അത്രയും നമ്മൾക്കറിയാം അവിടുത്തെ ഒരു ദുരന്തത്തിന്റെ തീവ്രത എത്രത്തോളമായിരുന്നു എന്നുള്ളത്. അവിടുന്ന് ഒന്നേ എന്ന് പറഞ്ഞു തുടങ്ങി ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് കാണാതിരിക്കാൻ നമുക്ക് ഒട്ടും പറ്റില്ല. നമ്മൾ കണ്ടറിഞ്ഞ് സഹായിക്കുക തന്നെ വേണം. ഇത് 5 മാസത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ ഈ ഒരു സംഭവം നടന്നിട്ട് മൈൻഡിൽ നിന്ന് മൊത്തം പോയിരുന്നു. കാരണം എന്താ സംഭവിച്ചത് നമുക്ക് തന്നെ അറിയാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷെ എല്ലാം കൊണ്ടുപോയപ്പോഴും എന്റെ കയ്യിലുള്ള ഒരു കഴിവിനെ കൊണ്ടുപോകാൻ എന്തായാലും പ്രകൃതിക്ക് പറ്റിയിട്ടില്ല. അപ്പൊ എനിക്ക് എന്തായാലും ഞാൻ തിരിച്ചു വരണം. കാരണം നമ്മളെ ഇട്ടിട്ട് പോയതിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അപ്പൊ വീണ്ടും നമുക്ക് 2 പേര് പഠിക്കാനുണ്ട്, അവരെവിടെ എത്തിയിട്ടില്ല. അപ്പൊ എന്റെ കയ്യില് നല്ലൊരു ജോലി തന്നെ എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് തിരിച്ചു വന്ന് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള തോട്ടത്തിൽ തന്നെയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അറിയുന്നവര് വന്നിട്ട് നമ്മൾക്ക് പ്രോഡക്റ്റുകളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ എനിക്കിപ്പോ എന്താ പറയാ, കൂടുതലൊരു മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു എനർജിയും കൂടിയിട്ട് എനിക്കിപ്പോ സരസ്മേളയിൽ വന്നപ്പോ കിട്ടിയിട്ടുണ്ട്. സെയില് അങ്ങനെ അങ്ങ് പറയാൻ പറ്റൂല, എന്നാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് സന്തോഷം അവിടെ വന്ന് നിൽക്കുന്നതിൽ. കാരണം ആളുകളുടെ ഇടയിൽ നിന്ന് ജീവിച്ച് എല്ലാവരും നഷ്ടപ്പെട്ടിട്ട് വീണ്ടും ആളുകളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എല്ലാരും കാണുമ്പോ എനിക്ക് അവിടുത്തെ ആളുകളെ പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ വന്നപ്പോ.